ഇന്നിപ്പോൾ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ വലിയൊരു ആരോപണമാണ് തങ്ങൾക്കെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത്. വടകരയിൽ UDF വോട്ട് മറിച്ചു കൊടുക്കുകയാണ് പാലക്കാട് പിടിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ജൽപ്പനങ്ങൾക്ക് ഞങ്ങൾ സാധാരണ മറുപടി പറയാറില്ല. BJPൻ്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടും എന്നുള്ളതിന് ഉറപ്പുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,18,000 വോട്ട് കിട്ടിയതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി അടക്കം വന്നല്ലോ. ആ വോട്ട് നിലനിർത്താൻ പറ്റുമെന്ന് ആദ്യ ആളോട് ചോദിക്കുക. 2, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധ്യതകൾക്കപ്പുറം അസാധ്യതകളെ സാധ്യതയിലേക്ക് പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. അതായത് സാധാരണ നിലയിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടിനപ്പുറം വലിയ ഒരു വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ എത്രത്തോളം ശക്തിപ്പെട്ടു എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അത്ഭുതകരമായിട്ടുള്ള വിജയമായിരിക്കും പൊതുവിൽ കേരളത്തിലുണ്ടാകുക. പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാടും ആലത്തൂരും മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദയനീയമായ പരാജയമായിരിക്കും UDF കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. TP ജയരാജനും ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് നമ്മൾ ശിവൻ പാപിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ശിവനും പാപിയായി പോകും എന്നാണ്. അദ്ദേഹത്തിന് ഒരു ജാഗ്രത കുറവുണ്ടായി എന്നാണ് മുഖ്യമന്ത്രി ഇന്ന്. അതിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷും പറഞ്ഞു. അതിനേക്കാൾ അപ്പുറം ഒരു വിശദീകരണം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ദല്ലാളുമായിട്ടുള്ള സൗഹൃദം എല്ലാവരും പറഞ്ഞു, CM പറഞ്ഞു, വ്യക്തമായിട്ട് CM-ഉം പറഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. അതിനേക്കാൾ അപ്പുറം ഒരു വിശദീകരണം തന്നിട്ട് താങ്കളെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം എനിക്കില്ല. ഒന്നും വിട്ടു നിന്നിട്ടുള്ളത് മാത്രമല്ല, ഇപ്പം ഞാനിപ്പോൾ പാലക്കാട് ചാർജാണല്ലോ, അതേപോലെ തന്നെ കാസർഗോഡ് ചാർജായിരുന്നു സഖാവ് VP ജയരാജൻ. അതുകൊണ്ട് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് സാധാരണ നിലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ മണ്ഡലത്തിലും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അല്ല, LDF കൺവീനർ എന്നുള്ള നിലയിൽ തന്നെ LDF-ഉം തീരുമാനിച്ചതാണ്, പാർട്ടിയും തീരുമാനിച്ചതാണ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ വേണ്ടി. വേറെ എന്താ ഉള്ളത്? ഓക്കെ.